ഒരു 26 വയസ്സുള്ളൊരു സഹോദരിയാണ് ഈ കിടക്കുന്നത്. അച്ഛനൊപ്പം ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവേ സ്വകാര്യ ബസ് വന്നിടിച്ച് ഇടതുകാലം നഷ്ടപ്പെട്ട ഒരു സഹോദരിയാണ്. ഇവർ വേദന കൊണ്ട് പുളയുവാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ മാറില്ല. ഇതൊക്കെ മോൾ വിഷമിക്കണ്ട കേട്ടാ, എല്ലാം ശരിയാവും. 10 ലക്ഷം രൂപ അടക്കം ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും തന്ന് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ലാത്ത. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളി മാരാരിത്തോട്ടം എന്ന് പറഞ്ഞ പ്രദേശമാണ്. സഹോദരിയുടെ പേര് ശരണ്യ എന്നാണ്. അപകടം പറ്റി 25 ലക്ഷത്തോളം രൂപയായിരുന്നു ഹോസ്പിറ്റലിൽ മാത്രം ചെലവായത്. ഇവരൊക്കെ കടമൊക്കെ മേടിച്ച് കുറെ പൈസ ഹോസ്പിറ്റലിൽ കൊടുത്തു. അവരും 2-3 ലക്ഷം രൂപ കുറച്ച് കൊടുത്തില്ലേ? കുറച്ച്. നമ്മൾ ഹോസ്പിറ്റലിൽ കടം പറഞ്ഞിട്ടാണ് ഈ സഹോദരിയെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി കൊണ്ടുവന്നത്. 10 ലക്ഷത്തോളം രൂപ ഹോസ്പിറ്റലിൽ അടയ്ക്കാനുണ്ട്. നമ്മൾ കൊടുക്കണം, അത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അവർ കുറെ നമുക്ക് കുറച്ച് തന്നില്ലേ? 10 ലക്ഷം രൂപ എങ്ങനെ ആശുപത്രിക്കാർക്ക് കൊടുക്കുമെന്നറിയാതെ ബുദ്ധിമുട്ടുവാണ് ഈ ഒരു കുടുംബം. ഇനി തുടർ ചികിത്സയ്ക്കായിട്ട് അതേ ആശുപത്രി തന്നെ പോകണം നമുക്ക് ശരണ്യയും കൊണ്ട് അങ്ങോട്ട് പോകാൻ. ഒരു വല്ലാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ വല്ലാത്ത സാഹചര്യം. ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, ശരണ്യക്കൊപ്പം സഞ്ചരിച്ച അച്ഛന് എന്തു പറ്റിയെന്നുള്ള കാര്യം ഇതുവരെയും ശരണ്യയോട് പറഞ്ഞിട്ടില്ല. അച്ഛൻ ഇന്ന് നിർഭാഗ്യവശാൽ ജീവനോടെയില്ല. അച്ഛനില്ല എന്നുള്ള കാര്യം ശരണ്യയ്ക്ക് അറിയത്തില്ല, ശരണ്യയോട് പറഞ്ഞിട്ടില്ല. ഇത് കാണുന്ന നല്ലവരായ പ്രേക്ഷകരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ഈ സഹോദരിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി തരണമെന്നാണ് അപേക്ഷിക്കാനുള്ളത്. കരുനാഗപ്പള്ളി MLA CR മഹേഷൊക്കെ ഇടപെട്ടിട്ടാണ്, MLAയുടെ ഒക്കെ ഒരു വാക്ക് കേട്ടിട്ടാണ് ആശുപത്രി അധികൃതർ പൈസ കടം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടും വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. മോളും മോളുടെ ചാച്ചനും കൂടെ കടയിൽ സാധനങ്ങൾ മേടിക്കാൻ പോയിട്ട് വരുന്ന ആ വഴിക്ക് വെച്ച് തന്നെ പ്രൈവറ്റ് ബസ് ഇടിച്ച് മോളുടെ ദേഹത്തൂടെ കയറി ഇറങ്ങി മാത്രമല്ല ഒത്തിരി ദൂരം അത് നരക്കിക്കൊണ്ട് പോയാ നിന്നത്. അപ്പോഴെന്നെ കാല് നഷ്ടമായി, കുഞ്ഞിന്റെ ഇടത് കാല് നഷ്ടമായി. പിന്നെ ദേഹം മൊത്തവും മുറിവ്, തലയ്ക്കകത്ത് പൊട്ടലുണ്ട്, പിന്നെ കണ്ണിനൊക്കെ ഒത്തിരി കംപ്ലൈന്റ് ഉണ്ട്. മറവിയാ, ഭയങ്കരമായിട്ട് മറവി. ഇപ്പൊ പറയുന്ന പിന്നെ നമുക്ക് ഓർമ്മയില്ല. ആ ഒരു അവസ്ഥയൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വേദന. അച്ഛൻ എന്താ സംഭവിച്ചതെന്ന് ശരണ്യക്ക് അറിയത്തില്ല. അവൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും.